ഹലോ എവരി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. അപ്പോൾ പത്രമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി കരഞ്ഞുകൊണ്ട് വന്ന് റൂമിൽ കട്ടിലിൽ ഇരിക്കുകയാണ് കേട്ടോ. പിന്നാലെ നമ്മളുടെ നയനയും വരുന്നുണ്ട്. നയനെ വന്ന് അമ്മേ എന്ന് വിളിക്കുന്നു. അപ്പം ദേവയാനി എണീറ്റ് വന്ന് നയനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് നയനെ ചോദിച്ചു, അവസാനം എല്ലാം തുറന്നു പറയേണ്ടി വന്നു അല്ലേ? അപ്പം ദേവയാനി പറയുകയാണ്, പിന്നെ എൻ്റെ മോളുടെ തലയിൽ തൊട്ട് എനിക്ക് കള്ളസത്യം ചെയ്യാൻ പറ്റുമോ? കുറേ ദിവസമായി ഇത് മറച്ചു പിടിക്കാൻ നമ്മൾ പാടുപെടുകയല്ലേ മോളെ. മോളോട് ശത്രുത നടിച്ചതുകൊണ്ട് മോളെപ്പറ്റി അവൾമാർ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ഒന്നും തുറന്നു പറയാതിരുന്നത്. പക്ഷേ ഇപ്പം എന്തായാലും മനസ്സിന് നല്ല ആശ്വാസമുണ്ട്. അപ്പം നയന പറഞ്ഞു, മുത്തശ്ശനും മുത്തശ്ശിയും എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു എന്തിനാ ഇത് മറച്ചു വെച്ച് നടക്കുന്നതെന്ന്. അപ്പോൾ ദേവയാനി പറഞ്ഞു, പലതും നമ്മൾ ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് മറച്ചു വെക്കണമല്ലോ മോളെ. ഒരു തെറ്റും ചെയ്യാത്ത ആദർശിനെ അവരൊക്കെ ചേർന്ന് കുറ്റപ്പെടുത്തുന്നത് മോള് കാണുന്നില്ലേ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെയാണ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കാനായിട്ട് അവർ വന്നത്. ഇപ്പം എല്ലാത്തിനും ആശ്വാസമായി കാണുമല്ലോ. കുറച്ച് ദിവസമായിട്ട് ഈ സത്യം കണ്ടുപിടിക്കാൻ നമുക്ക് പിന്നാലെയായിട്ട് അവൾമാർ നടക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നയന പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിന്നാലെ അവരും അമ്പലത്തിലേക്ക് വന്നത്. ഇനിയിപ്പം ആദർശ് നിരപരാധിയാണെന്ന് അവൾമാർ നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുമായിരിക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാൽ അവൾമാർക്ക് നല്ലത്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മൂവർ സംഘത്തിനെയാണ് കേട്ടോ. ജലജയും ജാനകിയും അനാമികയും. എന്നിട്ട് ജലജ പറയുകയാണ്, ഇപ്പം പൊതുവെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ചുരുക്കം പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്, നമ്മളെ തേച്ചു എന്ന്. അപ്പോൾ ജാനകി പറഞ്ഞു, എന്നു മുതലാണ് ഏട്ടത്തി ഇതുപോലെ കള്ളം പറയാൻ പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം അനാമിക പറഞ്ഞു, നമ്മളൊക്കെ അവർ രണ്ടുപേരും ശത്രുക്കളെ പോലെയാണ് കരുതുന്നത് എന്ന് കരുതി ഓരോന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവൾക്കൊപ്പം അവർ മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു അമ്മേ. അപ്പോൾ ജലജ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് അവരുടെ മകൻ അപവാദം കേൾപ്പിച്ചത്. സ്വന്തം മരുമോളുടെ കുഞ്ഞിനെ അല്ലല്ലോ, ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെയല്ലേ ഇപ്പം സ്വന്തമാണെന്ന് പറഞ്ഞ് ചക്കരയെന്നൊക്കെ പറഞ്ഞ് താലോലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അനാമിക പറഞ്ഞു, അവൾ പഠിച്ച കള്ളിയാണ് ആ നയന. കരൾ ദാനമായിട്ട് കൊടുത്തിട്ട് അവൾ അവളുടെ അമ്മായിയമ്മയെ കൈവെള്ളയിലാക്കി. ഇനിയിപ്പം അതിൻ്റെ കടപ്പാട് മരണം വരെ വല്യമ്മയുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പം ജാനകി ചോദിച്ചു, എന്നാലും എല്ലാം അറിയാവുന്ന അമ്മയ്ക്കെങ്കിലും നമ്മളോട് സത്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ? അപ്പം മുത്തശ്ശി ചോദിച്ചു, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ സന്തോഷമായിരിക്കുമോ, സങ്കടമായിരിക്കില്ലേ? അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പം ജലജ പറഞ്ഞു, ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ, ഞങ്ങളൊക്കെ കഴുതകളുമായി. അപ്പം മുത്തശ്ശി ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് കഴുതകളായെന്ന് പറയുന്നത്? അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അപ്പം അനാമിക പറഞ്ഞു, അതൊന്നും തെറ്റല്ല മുത്തശ്ശി, പക്ഷേ നിങ്ങൾ നാടകം കളിച്ചത് ഒട്ടും ശരിയായില്ല. അപ്പം മുത്തശ്ശി പറഞ്ഞു, ആ നാടകത്തിൻ്റെ അവസാനം ഒന്നിക്കേണ്ടവർ ഒക്കെ ഒന്നിച്ചിട്ട് അതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി ഇത്തരം സംസാരങ്ങൾ നിർത്തുകയല്ലേ വേണ്ടത്? അമ്മായിയമ്മമാർക്ക് നയനമോളെ പോലെ എത്ര കുട്ടികൾ കരൾ പകുത്തു കൊടുക്കും? എത്ര പേർക്ക് അതിനുള്ള മനസ്സുണ്ടാകും? അപ്പം ജലജ പറഞ്ഞു, കരൾ പകുത്തു കൊടുത്ത കാര്യമൊന്നും അമ്മ പറയണ്ട. അതിലൂടെ അവൾ ഉന്നം വെച്ചതേ അനന്തപുരി തറവാട്ടിലെ സ്വത്തുക്കൾ തന്നെയാ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നീയൊക്കെ ഈ രീതിയിലേ ചിന്തിക്കൂ, അതുകൊണ്ടാണ് നിന്നോടൊക്കെ ഒന്നും പറയാതിരുന്നത്. കരൾ ദാനം ചെയ്തതിന് ശേഷം ആ സത്പ്രവൃത്തി മോളാണ് ചെയ്തതെന്ന് മോള് ദേവയാനിയോട് പറഞ്ഞിട്ടില്ല. ദേവയാനി അതറിയണമെന്ന് മോള് ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പോൾ ജാനകി പറഞ്ഞു, എൻ്റെ അമ്മേ, ആരറിഞ്ഞില്ലെന്ന് പറഞ്ഞാലും അമ്മയും അച്ഛനും ജേട്ടനും അജേട്ടനും ഒക്കെ ഇത് അറിഞ്ഞതാണല്ലോ. അവരൊക്കെ അറിഞ്ഞാൽ മതി അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ. ജീവിതത്തിൽ ഇതുപോലെ പഠിച്ച കള്ളിയെ ഞങ്ങളാരും കണ്ടിട്ടില്ല. അപ്പം മുത്തശ്ശി ദേഷ്യം കൊണ്ട് പറഞ്ഞു, നിർത്ത്, പഠിച്ച കള്ളികളാണിപ്പോൾ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോൾ ഇവർക്കൊപ്പം കൂടിയാൽ മോളുടെ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകില്ല, അത് ഞാൻ പറഞ്ഞേക്കാം എന്ന് അനാമികയോട് പറഞ്ഞു. അപ്പോൾ അനാമിക ചോദിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർച്ചയുണ്ടോ മുത്തശ്ശി? എന്നെ വെറുക്കുന്ന ഒരു ഭർത്താവിനോടൊപ്പം അല്ലേ ഞാനിപ്പോൾ ജീവിക്കുന്നത്? അപ്പോൾ ജാനകി പറഞ്ഞു, അവളുടെ അനിയത്തെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അവൾ ശ്രമിക്കുന്നത്. പിന്നെ സ്വത്തൊന്നും പുറത്തു പോകത്തില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, സ്വത്തിനും പണത്തിനും വേണ്ടിയല്ല നയനമോൾ ഇവിടെ ജീവിക്കുന്നത്. മോളെ കൊണ്ട് ദേവയാനിക്ക് മാത്രമല്ല മൂർത്തീസ് ജ്വല്ലറിക്കും ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാണണമെങ്കിലേ കണ്ണ് തുറന്നു നോക്കണം, കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാവണം. അല്ലാത്തവരോട് വായിട്ട് അലച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോയി. അപ്പോൾ ജലജ പറഞ്ഞു, എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലേ നമുക്ക് രക്ഷയുള്ളൂ ജാനകി.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക അവളുടെ വീട്ടിലിരിക്കുന്നതാണ്. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പം അച്ഛൻ അനാമികയുടെ അടുത്ത് പറഞ്ഞു, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവർക്ക് കരൾ ദാനം ചെയ്ത് കൊടുക്കാനായിട്ട്, അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ വയ്യായിരുന്നു. അതിന് അമ്മയും അങ്ങ് ശരിവെച്ചു. അമ്മ പറഞ്ഞു, ഒരാൾക്ക് കരൾ ദാനം ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവുമില്ലായിരുന്നു മോളെ. ഇപ്പോഴും അവൾ പയറുപോലെ ജീവിക്കുന്നില്ലേ ആ നയന, ഒരു കുഴപ്പവുമില്ലല്ലോ അവൾക്ക്. അപ്പോൾ വേണു പറഞ്ഞു, അതുകൊണ്ട് അവളുടെ ആരോഗ്യത്തിനും കുഴപ്പമില്ല, അവിടുത്തെ ജീവിതത്തിനും കുഴപ്പമില്ല. അമ്മായിയമ്മ മരുമകളാണ് അവരെ സ്നേഹിച്ചതെന്നും കരൾ കൊടുത്തതെന്നും തിരിച്ചറിഞ്ഞതിന് ശേഷം അവരും ഒന്നിച്ചു. എന്നിട്ട് നിങ്ങളെയെല്ലാം വിഡ്ഢികളാക്കുകയും ചെയ്തു. അപ്പോൾ അനാമിക പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളായിട്ട് പഴയ സ്നേഹമൊന്നുമില്ല. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ കള്ളത്തരം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി അടങ്ങി ഒതുങ്ങി അവിടെ ജീവിക്കുന്നതാണ് നല്ലത്, ആ നയനയെ പിണക്കാതെ. അപ്പോൾ വേണു പറഞ്ഞു, എൻ്റെ മോളെ, കരൾ ദാനം ചെയ്ത ഒരാളോട് അവർക്കുണ്ടാകുന്ന സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുമായിരിക്കും. അപ്പോൾ അനാമിക പറഞ്ഞു, അവരത് പറഞ്ഞു കഴിഞ്ഞു. അവരുടെ മോനെക്കാളും മറ്റാരെക്കാളും അവർക്കിപ്പോൾ ഇഷ്ടം അവരുടെ മരുമകളോടാണെന്ന്. അപ്പം അമ്മ ചോദിച്ചു, അത് പിന്നെ ഇല്ലാതിരിക്കുമോ? ഒരു ഗോൾഡൻ ചാൻസാണ് നീ നഷ്ടമാക്കിയത്. അപ്പം അനാമിക പറഞ്ഞു, നാളെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടവളാണ് ഞാൻ, അങ്ങനെയുള്ള ഞാൻ എന്തിനാ ഇതുപോലൊരു ത്യാഗം ചെയ്യുന്നത്? അപ്പം വേണു പറഞ്ഞു, എന്നാൽ പിന്നെ രണ്ടും കൂടെ പറയരുത്. ഇപ്പം അമ്മായിയമ്മയും മരുമോളും തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയതിൽ ഏറ്റവും വേദനയുള്ളത് നിനക്ക് തന്നെയല്ലേ? അപ്പം അനാമിക പറഞ്ഞു, അപ്പച്ചിക്കും അനിയുടെ അമ്മയ്ക്കുമൊക്കെ ഇതൊരു ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പം എന്തായാലും നയനയ്ക്കിപ്പോൾ ആ വീട്ടിൽ ദൈവങ്ങൾക്കൊപ്പം ഒരു സ്ഥാനം വന്നിട്ടുണ്ട്, അതിലേക്ക് അവൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അവൾ മിടിക്കുക മോളെ, അവൾക്കറിയാം ആൾക്കാരെ എങ്ങനെ വഴുതിയിലാക്കണമെന്ന്. അപ്പോൾ വേണു പറഞ്ഞു, അതുകൊണ്ടാണ് ആ കമ്പനിയിൽ അവൾക്ക് സ്ഥാനക്കയറ്റമൊക്കെ നൽകിയത്. ഇപ്പം 5 ശമ്പളമൊന്നും ആയിരിക്കില്ല, 6 ശമ്പളമായിരിക്കും. അതുമാത്രമാണോ, അവളെ ഡിസൈനറാണെന്നും പറഞ്ഞ് ഇപ്പോൾ പൊക്കി വെച്ചേക്കുകയല്ലേ? അപ്പം അമ്മ പറഞ്ഞു, നയന കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു പേര് സഹിതം ഇപ്പോൾ ഡിസൈനായി കഴിഞ്ഞു. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയർന്നിട്ടും അവിടെ ഭയങ്കര ഡിമാൻഡാണ്. നമ്മളിപ്പോൾ ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നയന കളക്ഷൻസ് വേണമെന്നാ. അപ്പം വേണു പറഞ്ഞു, അതെ, അങ്ങനെ കരൾ ദാനമായിട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ഒന്നിക്കത്തില്ലായിരുന്നു. ആ ഒരു നല്ല അവസരമാണ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇനിയിപ്പോൾ അവരൊന്നിച്ചതിനെ പറ്റി പറഞ്ഞ് പരിതപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നും പറഞ്ഞ് വേണു അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം അനാമിക അമ്മയോട് പറഞ്ഞു, അമ്മായിയമ്മയും മരുമോളും തമ്മിൽ സ്നേഹിക്കുന്ന ആ വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, പോയാൽ എന്താ മോളെ കുഴപ്പം? നീ ഇപ്പോൾ എന്തായാലും ആ വീട്ടിൽ താമസിക്കാനൊന്നും പോണില്ല, അത് നമ്മൾ ഉറപ്പിച്ച കാര്യമാണ്. അവിടെ തന്നെ നിന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെങ്കിൽ നേടിയെടുക്കാൻ നോക്ക്, അതിനാ മോൾ ശ്രമിക്കേണ്ടത്. ഇപ്പം ദേ അനിയുടെ വല്യമ്മ മറുകണ്ഠം ചാടി, ഇനിയിപ്പോൾ അവൻ്റെ അമ്മ കൂടി മറുകണ്ഠം ചാടാതെ നീ വേണം നോക്കേണ്ടത്. അവരും അവൻ്റെ അപ്പച്ചിയും മാത്രമാണിപ്പോൾ നിൻ്റെ സൈഡിലുള്ളത്, അത് മോള് മറക്കണ്ട. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെയും ആദർശിനെയുമാണ്. അപ്പം ആദർശ് നയനയോട് ചോദിച്ചു, വീട്ടിനകത്ത് വലിയ വലിയ നാടകങ്ങളൊക്കെ നടക്കുകയാണല്ലേ? അപ്പം ആദർശ് പറഞ്ഞു, ഞാനതെല്ലാം അറിഞ്ഞു എന്ന്. നയന പറഞ്ഞു, മൂടി വെച്ച ഒരു വലിയ രഹസ്യമാണ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞത്. അമ്മ എന്നെ സ്നേഹിച്ച് തുടങ്ങിയത് മാത്രമല്ല, ഞാനാണ് അമ്മയ്ക്ക് കരൾ നൽകിയതെന്ന സത്യം സഹിതം അവരറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദർശ് പറഞ്ഞു, അതെന്തായാലും അറിയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അതിലും വലിയ ഒരു രഹസ്യമല്ലേ നമ്മളിപ്പോൾ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? അതിൻ്റെ പേരിൽ നമ്മളെ സ്നേഹിച്ചവരൊക്കെ നമ്മളെ വെറുത്തുകൊണ്ടിരിക്കുക. നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പോലീസ് ബുദ്ധി ഉള്ളതുകൊണ്ട് നന്ദു എന്നെ സംശയിച്ചിട്ടില്ല. ഇത് സംഭവിച്ചതിന് ശേഷം അവളെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എനിക്ക് ധൈര്യം തരുന്നുമുണ്ട്, നീ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുന്നുമുണ്ട്. അവളോട് സത്യം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പം നയന പറഞ്ഞു, എല്ലാവരോടും വിളിച്ചു കൂവിക്കൊണ്ടൊന്നും നടക്കണ്ട ആദർശേട്ടാ, അമ്മ അറിഞ്ഞതുപോലെ അവൾ അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ. അപ്പം ആദർശ് പറഞ്ഞു, എടി ഇപ്പം ഇവിടെ അതൊന്നുമല്ല പ്രശ്നം, അബിയെ ജോലിയിൽ ഉയർത്തണമെന്നും പറഞ്ഞ് മുത്തശ്ശന് നല്ല സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ ചേച്ചി. ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അവനെ ഏൽപ്പിക്കണമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞായിരുന്നു, അതിതുവരെ നടന്നിട്ടില്ല. അതും പറഞ്ഞ് നവ്യ മുത്തശ്ശനോട് പരാതിയും പറഞ്ഞു. അപ്പം നയന പറഞ്ഞു, അവനെ എങ്ങനെയാണ് ആദർശേട്ടാ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്? അപ്പം ആദർശ് പറഞ്ഞു, പറഞ്ഞ കാര്യം എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അവനിപ്പം ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ. പക്ഷേ അവിടെ അവനെ നിയന്ത്രിക്കാൻ ഒരാളെ വെച്ചേ പറ്റൂ. അനിക്ക് 3 ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തപ്പോൾ അവനെ സഹായിക്കാൻ വേണ്ടി ഞാൻ നല്ല 3 മാനേജറെ വെച്ച് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അതിനേക്കാളും യോഗ്യതയുള്ളവരെ അഭിയുടെ പിന്നാലെ പറഞ്ഞു വിട്ടേ പറ്റൂ. ഇപ്പം കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ മാനേജറാണ് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളെ അങ്ങോട്ട് അയക്കാമെന്നാണ് ഞാനിപ്പോൾ കരുതിയേക്കുന്നത്. അപ്പം നയന പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് മതി അവന് ജ്വല്ലറിയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ നോക്കുന്ന ബ്രാഞ്ചിലെ സ്വർണ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകും.
അപ്പം ആദർശ് പറഞ്ഞു, ഇപ്പം സ്വർണം കടത്തിയതിൻ്റെ എതിരെ നമ്മളുടെ ജ്വല്ലറിയിൽ ഒരു കേസുണ്ടല്ലോ, അതിൽ അഭി പ്രതിയാണോ എന്നാണ് എൻ്റെ സംശയം. അപ്പം നയന പറഞ്ഞു, അന്വേഷണം സത്യസന്ധമായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അവൻ തന്നെ ആയിരിക്കും പ്രതി. അപ്പം ആദർശ് പറഞ്ഞു, എന്തായെന്ന് അറിഞ്ഞില്ല, മുത്തശ്ശൻ എന്തായാലും ആ SIയോട് പറഞ്ഞിട്ടുണ്ട് പ്രതി ആരാണെങ്കിലും അത് കണ്ടെത്തണമെന്ന്. പക്ഷേ ഇപ്പം അതിൻ്റെ കാര്യം പറഞ്ഞ് ആ SI വിളിക്കാറ് പോലുമില്ല. അപ്പം നയന പറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ കുറുക്കനാണ് അഭി. അവനെപ്പോലെ ഒരുത്തൻ വീട്ടിനകത്തുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ പരത്തി എല്ലാവരെയും തമ്മിൽ തെറ്റിക്കും അവൻ. അപ്പം ആദർശ് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കുട്ടിക്കാലം മുതലേ എൻ്റെ ബലം അനിയാണ്. അവന് പിന്നെ വിവാഹശേഷം ഒരു തളർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനൊന്നും ചിന്തിക്കാൻ പറ്റാതെ ആയിപ്പോയത്. ഒരുപക്ഷെ നന്ദു ആയിരുന്നു അവൻ്റെ ഭാര്യയെങ്കിൽ ഇന്ന് എന്നെപ്പോലെ അവനും ഓടി നടന്ന കാര്യങ്ങളൊക്കെ നോക്കിയേനെ. എങ്കിൽ പിന്നെ പകുതി ചുമതല പൂർണ്ണമായിട്ടും എനിക്ക് അവന് കൈമാറാൻ പറ്റിയേനെ. പക്ഷേ ഇവിടെ അനാമികയും അവനും തമ്മിലുള്ള ബന്ധം ശരിയായി പോകാത്തതുകൊണ്ട് സമനില തെറ്റിയതുപോലെയാണ് അവനിപ്പോൾ നടക്കുന്നത്. ഈ ലോകത്ത് ഏത് ബിസിനസ്സുകാരനും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ കുടുംബത്ത് സമാധാനമുണ്ടാകണം, പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ. അതില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ സമ്പാദിച്ചു കൂട്ടുന്നത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകും. അങ്ങനെ ഉണ്ടായിപ്പോയാൽ തന്നെ ജീവിതമില്ലാതാകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയെയും നവ്യയുമാണ് കേട്ടോ. അഭി ദേഷ്യത്തോടെ വന്നിട്ട് നവ്യയോട് പറയുകയാണ്, ഇവിടെ എല്ലാവരും നമ്മളെ കഴുതകളാക്കുകയാണല്ലോ നവ്യയെ. അമ്മായിയമ്മയും മരുമോളും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അത് പോരാഞ്ഞിട്ട് അമ്മായിയമ്മയ്ക്ക് കരൾ പകുത്തു കൊടുത്തതും മരുമകളാണ്. എന്നിട്ട് എന്തൊക്കെ ഡ്രാമയാണ് ഇവിടെ കളിച്ചത്. അപ്പം നവ്യ പറഞ്ഞു, സത്യം പറയാലോടാ, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് കേട്ട് അഭി ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ പറഞ്ഞു, നയനയും അമ്മായിയും തമ്മിൽ ലോഹ്യത്തിലായിട്ട് കുറേ നാളായി. നയനയാണ് കരൾ കൊടുത്തതെന്ന് അമ്മായി അറിഞ്ഞതിന് ശേഷം അമ്മായിക്ക് നയനയെ ജീവനാണ്. സത്യം പറഞ്ഞാൽ ആദർശേട്ടനേക്കാളും അമ്മായിക്കിപ്പം ഇഷ്ടം നയനെ തന്നെയാണ്. അപ്പം അഭി മനസ്സിൽ പറഞ്ഞു, പരിശുദ്ധനാവാൻ പറ്റിയ സമയം, ഇതെന്തായാലും മുതലാക്കണം. അപ്പം നവ്യ ചോദിച്ചു, നീ എന്താ ഈ ആലോചിക്കുന്നത്? അപ്പം അഭി ചോദിച്ചു, അല്ല എത്ര നാളായി ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട്? അപ്പം നവ്യ പറഞ്ഞു, കുറേ ആയി. നിന്റെ പ്രസവത്തിന് മുമ്പേ അറിഞ്ഞു? അപ്പം നവ്യ പറഞ്ഞു, അതിനും കുറച്ച് മുന്നേ അറിഞ്ഞത്. അപ്പോൾ അഭി ചോദിച്ചു, അപ്പം എന്നോട് എന്തുകൊണ്ടാണ് നീ അത് പറയാതിരുന്നത്? നമ്മൾ തമ്മിൽ നല്ല അടുപ്പത്തിലായതിനു ശേഷം ഞാൻ നിൻ്റെ അടുത്ത് നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എൻ്റെ മനസ്സ് ഞാൻ നിൻ്റെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നീ ഇതൊക്കെ എന്നോട് പറയാതിരുന്നത് എന്താ? അപ്പം നവ്യ പറഞ്ഞു, എടാ അത് വേറൊന്നും കൊണ്ടല്ല, നിന്നോട് പറഞ്ഞാൽ നീ അത് നിൻ്റെ അമ്മയോട് പറയും, പിന്നെ വീട്ടിലെല്ലാവരും അതറിയും, അതുകൊണ്ടാ. അപ്പോൾ അഭി ദേഷ്യത്തോടെ പറഞ്ഞു, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? ഒരു കാര്യവും ആരോടും പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് അമ്മയോട് പോലും പറയില്ല. എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയില്ലേ? പക്ഷേ ഇത് ഭയങ്കര ചീറ്റിംഗ് ആയിപ്പോയി നവ്യേ. അപ്പം നവ്യ പറഞ്ഞു, നീ ഇങ്ങനെ ചൂടാവല്ലേടാ. അപ്പം ആദർശ് പറഞ്ഞു, എൻ്റെ ഏട്ടനെ പോലെ അല്ല ഞാൻ. വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് അയാളെപ്പോലെ മൂടി വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. ഇനി അങ്ങനെ നടന്നാൽ തന്നെ അത് മറ്റുള്ളവരറിയും. അയാൾ എത്ര കൊല്ലമാ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് ആരും അറിയാതെ നടന്നത്. എന്നിട്ട് അയാൾ നിൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചില്ലേ? അതുപോലെയാണോ ഞാൻ? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നവ്യേ. അപ്പം നവ്യ പറഞ്ഞു, അഭി നീ ഒന്ന് അടങ്ങടാ. അപ്പോൾ അഭി പറഞ്ഞു, പറ്റില്ല, നീ ചെയ്തത് ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റാത്ത തെറ്റാണ്. പ്രത്യേകിച്ച് ഞാൻ ഇത്രയും സ്നേഹത്തോടെ നിന്നോട് പെരുമാറുമ്പോൾ. അതുകൊണ്ട് ഇനി നിൻ്റെ അടുത്ത് കൂടുതൽ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ അഭി അങ്ങ് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പം നവ്യ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എടാ നീ എങ്ങോട്ട് പോവുകയാണ്? അപ്പം ആ കൈ തട്ടി മാറ്റിയിട്ട് അഭി പറഞ്ഞു, എങ്ങോട്ടെങ്കിലും. അപ്പം അഭി പറഞ്ഞു, സ്വന്തം അനിയത്തിക്കും അവളുടെ അമ്മായിയമ്മയ്ക്കും വേണ്ടിയിട്ട് അവൾ ഓരോന്ന് ഒളിപ്പിച്ച് വെച്ച് നടക്കുകയായിരുന്നു. അതുകൊണ്ട് ആർക്ക് എന്താടി പ്രയോജനം? നമുക്കിടയിലാണ് പരസ്പര വിശ്വാസം വേണ്ടത്, അതിപ്പം നഷ്ടപ്പെട്ടു. അങ്ങനെ അഭി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ, കുറുക്കൻ്റെ ബുദ്ധിയുമായിട്ട്. പിന്നെ കാണിക്കാൻ നമ്മളുടെ പോലീസ് ക്യാമ്പാണ് കേട്ടോ. നന്ദുവും തുഷാരയും അവിടെ ഇരിക്കുമ്പോൾ ട്രെയിനർ വന്നിട്ട് പറഞ്ഞു, ഹേയ് ഇങ്ങോട്ട് വാ. അപ്പം നന്ദു അങ്ങോട്ട് ചെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ ഇന്നലത്തെ പ്രകടനം വളരെ നന്നായിരുന്നു, അതിനുള്ള സമ്മാനം നിനക്ക് ഉടനെ കിട്ടും. ഇന്നലെ കാമുകൻ വന്നപ്പോൾ നീ നിൻ്റെ കടമ മറന്നു. അപ്പോൾ നന്ദു പറഞ്ഞു, സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ പുറത്താക്കാനാണ് തീരുമാനമെങ്കിൽ പിന്നെ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, റൂമിലോട്ട് പൊയ്ക്കോട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞു, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, അപ്പോൾ പിന്നെ എൻ്റെ ജോലി എളുപ്പമാവുമല്ലോ. അപ്പം നന്ദു പറഞ്ഞു, എന്തിനാ സാറേ എന്നെ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നത്? സാർ ഇവിടെ വന്നപ്പോൾ മുതൽ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ചില ആൾക്കാർക്ക് ഈ പണി പറഞ്ഞിട്ടില്ല മോളെ, നിനക്ക് ഫൈറ്റൊക്കെ അറിയാം എന്ന് വെച്ച് നിന്നെപ്പോലുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ആണിനും പെണ്ണിനും കാക്കി ചേരില്ല. അപ്പം നന്ദു ചോദിച്ചു, എനിക്ക് ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? അപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ സ്വഭാവം കണ്ടാൽ അറിയില്ലേ നിനക്കൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്ന്. എന്നിട്ട് അയാൾ ചോദിച്ചു, രാത്രി കാലങ്ങളിൽ മുഖം മറച്ച് ആളുകളെ തല്ലുന്ന സ്വഭാവം ഉണ്ടല്ലേ നിനക്ക്? അപ്പം നന്ദു പറഞ്ഞു, ഇല്ല. അപ്പം അയാൾ പറഞ്ഞു, ഇങ്ങനെ കള്ളം പറയുന്നവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമില്ല. സാരമില്ല, നിനക്ക് ഞാൻ നല്ലൊരു സെൻഡ് ഓഫ് തരുന്നുണ്ട്, തോറ്റവർക്ക് കൊടുക്കുന്ന സെൻഡ് ഓഫ്. എന്നിട്ട് അയാൾ പോയി.
അപ്പം നന്ദു വന്ന് തുഷാരയോട് പറഞ്ഞു, ഡി അയാൾ എന്നെ ഏതാണ്ട് പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. അയാളത് തുറന്നടിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ തുഷാര ചോദിച്ചു, ഒന്നുകൂടെ അയാളെ കാണേണ്ട രീതിയിൽ കാണേണ്ടി വരുമോ മോളെ? അപ്പോൾ നന്ദു പറഞ്ഞു, അയാൾ എനിക്കൊരു സെൻഡ് ഓഫ് തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, തോറ്റവർക്ക് കൊടുക്കുന്ന സെൻഡ് ഓഫ്. അങ്ങനെയെങ്കിൽ അയാൾക്ക് അതിനേക്കാൾ നല്ലൊരു സെൻഡ് ഓഫ് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അയാളായിരിക്കും തോൽക്കാൻ പോകുന്നത്. തെറ്റ് ചെയ്യുന്നവന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല തുഷാരെ. നീതി നടപ്പാക്കാനാ ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്. ഇനിയിപ്പം SI ആയില്ലെങ്കിൽ ശരി, എൻ്റെ സ്വഭാവം അതുതന്നെ ആയിരിക്കും. കാരണമില്ലാതെ ആരെന്നെ ദ്രോഹിച്ചാലും അവൻ്റെയൊക്കെ കണ്ണിന്ന് കണ്ണീരല്ല ചോര ഞാൻ വരുത്തിക്കും. പിന്നെ കാണിക്കാൻ നമ്മുടെ അനിയെയും നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെയാണ് കേട്ടോ. അപ്പം നന്ദുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എന്തായാലും നീ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയെങ്കിൽ അവൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാമായിരുന്നു. അപ്പം അനി പറഞ്ഞു, എടാ നമ്മൾ കരുതിയതിനേക്കാൾ പരുങ്ങലിലാണ് അവളുടെ അവിടുത്തെ ജീവിതം. ആ ട്രെയിനർ ഒരു തരികിടയാണെന്നാണ് തോന്നുന്നത്. എങ്ങനെ അവൾ അവിടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിച്ചു കേട്ടോ. അപ്പം അനി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ആ നന്ദു. അപ്പം നന്ദു പറഞ്ഞു, നിനക്ക് തൃപ്തിയായല്ലോ. മിക്കവാറും ആ ട്രെയിനർ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇവിടെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുക. എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും അതൊന്നും അംഗീകരിക്കാതെ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് അയാൾ എൻ്റെ തലയിലെടുത്ത് വെച്ച് തരുന്നത്. അതിൻ്റെ ഇടയിലാണ് നീ കടന്നു വന്നത്. അപ്പം അനി പറഞ്ഞു, സോറി നന്ദു, വിളിച്ചിട്ട് നീ എടുക്കാത്തത് കൊണ്ടാ. അപ്പം നന്ദു പറഞ്ഞു, നീ ഇനി ഒന്നും പറയണ്ട അനി, എൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ടാണ് നീ നടക്കുന്നത്. അത് കേട്ട് എനിക്ക് ആകെ സങ്കടമായി കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.